നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മണ്ഡലത്തിലെ 263 പോളിംഗ് ബൂത്തുകളിലേക്ക് പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥരെത്തി. പോളിംഗ് ബൂത്ത് സജ്ജീകരിക്കുന്നതടക്കമുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി നിലമ്പൂരിൽ നിന്നും VS അനന്തു ചേരുന്നു. നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി അതിനുശേഷം 7 മണിക്ക് ഈ പോളിംഗ് ആരംഭിക്കും. വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ് നടക്കുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയാണ്, സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് പോളിംഗ് നടക്കുന്നത്. മണ്ഡലത്തിൽ ആകെ 263 പോളിംഗ് ബൂത്തുകളാണുള്ളത്. അവിടെയെല്ലാം ഇത്തരത്തിൽ സജ്ജീകരണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഈ പോളിംഗ് ബൂത്തുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വോട്ടർമാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കുടിവെള്ളവും ശൌചാലയങ്ങളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർ, CRPFന്റെ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ കേരള പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷയ്ക്കായി ഉണ്ട്. യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ സുഗമമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ രാവിലെ 7 മണിയോടുകൂടി നിലമ്പൂർ വിധി എഴുതി തുടങ്ങും. വൈകുന്നേരം 6 മണിക്ക് ഒരു പോളിംഗ് അവസാനിക്കും. പിന്നെ നീണ്ട കാത്തിരിപ്പാണ്. 23-ാം തീയതി ഇതിന്റെ റിസൾട്ട് വരുന്നതുവരെ, ഇതിന്റെ വിധി വരുന്നതുവരെയുള്ള കാത്തിരിപ്പാണ്. അന്ന് നിലമ്പൂരിന്റെ പുതിയ MLA ആരെന്നറിയാനുള്ള ഒരു ആകാംക്ഷ തുടരുന്നുണ്ട്. എന്തായാലും മുന്നണികളെല്ലാം തന്നെ വളരെ ആത്മവിശ്വാസത്തിലാണ്. 3 മുന്നണികളും അതോടൊപ്പം തന്നെ PV അൻവറും വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. നിലമ്പൂരിന്റെ അടുത്ത MLA ആകും എന്ന് അവർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയാകുന്നു. മുന്നണികളും അവരുടെ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടം തുടരുകയാണ് നിലമ്പൂരിൽ.